ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ധമ്മ സഹോദരങ്ങളെ, നാട്ടുകാരെ, എല്ലാവർക്കും മൈത്രിപൂർണമായ ജയ്. നമ്മൾ നടത്തിയ ധമ്മയാത്രയുടെ സന്ദേശം തന്നെ ലോകത്തിന് സമാധാനവും സാഹോദര്യവും വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. നമുക്കറിയാം, ഇന്ന് ലോകം അശാന്തിയുടെ കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു പോകുന്നു. ഇന്നല്ല, ഭൂമി ഉണ്ടായ കാലം തൊട്ട് തന്നെ ലോകത്ത് യുദ്ധങ്ങളും ദുരന്തങ്ങളും നിത്യസംഭവമാണ്. എല്ലാവരും പറയും യുദ്ധം നടത്തുന്നത് പൊളിറ്റിക്സാണ്, രാഷ്ട്രീയമാണ് എന്നാണ്. എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരിക്കലും അത് രാഷ്ട്രീയമല്ല, അത് മതമാണ്. ഇത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ലോകത്ത് യുദ്ധങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മതങ്ങളാണ്, മതവിശ്വാസികളാണ്. അവിടെയാണ് ബുദ്ധിസം വേർത്ത് നിൽക്കുന്നത്. നമുക്കറിയാം, ബുദ്ധിസം പൊട്ടിപ്പുറപ്പെട്ടത് ഇന്ത്യയിലാണ്. ഇന്ന് ഈ രാജ്യത്ത് ബുദ്ധമതം മൈക്രോ ന്യൂനപക്ഷമാണ്. എന്നിട്ട് പോലും ബുദ്ധിസ്റ്റുകൾ തൻ്റെ മതം തിരിച്ചു പിടിക്കണമെന്ന രീതിയിൽ ഒരു വിപ്ലവം പോലും സൃഷ്ടിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നാൽ ഭഗവാൻ ബുദ്ധൻ നമ്മെ പഠിപ്പിച്ചത് ശാന്തിയും സമാധാനവുമാണ്. അത്തരത്തിൽ ഈ യാത്ര നടത്തിയ, അതിന് നേതൃത്വം നൽകിയ ആർച്ചിൽ ബാബു സാറിനും പ്രബുദ്ധവാര സംഘത്തിനും എല്ലാവിധ ആശംസകളും ഞാൻ നേടുകയാണ്. ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞേനെ, പക്ഷെ പറയാത്തതെന്ന് പറയുന്നത് ഇന്നൊരു ധമ്മ പ്രഭാഷണം ഇവിടെ നടന്നു. നമ്മളൊരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ അത് ചിന്തനം ചെയ്യാനും അത് മനനം ചെയ്യുവാനുമുള്ള അവസരം നമ്മളെ ധമ്മ സഹോദരൻ കിട്ടുന്നില്ല. ഇതൊരു പൊതുയോഗമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു, പക്ഷെ ഞാൻ മറ്റു വാക്കുകൾ പറയുന്നില്ല. നമ്മുടെ ധമ്മ പ്രഭാഷണം നടത്തിയ സാർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കുക, അത് ചിന്തനം ചെയ്യുക, അത് മനനം ചെയ്യുക, അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും പ്രവർത്തിക്കപ്പെടുവാൻ. ഇപ്പൊ സാർ പറഞ്ഞു ദുഃഖത്തിൽ നിന്നും അല്ലെങ്കിൽ അമിതമായ സന്തോഷത്തിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യുന്നുണ്ടോ, ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അഗാധമായ ദുഃഖം, നമ്മുടെ വീട്ടിലെന്തെങ്കിലും പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു മരണം സംഭവിക്കുന്നു, അവിടെ നമ്മൾ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മാനസിക നില തെറ്റിപ്പോകുന്നത് പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാനാണ് ഇത്തരം പരിശീലനം ഉണ്ടാകുന്നത്. കേട്ടിട്ട് മാത്രം പോകരുത്, കേൾക്കുന്ന കാര്യങ്ങൾ ചിന്തനം ചെയ്യുകയും അത് മനനം ചെയ്യുകയും അത് ജീവിതത്തിൽ പരിശീലിക്കുകയും ചെയ്യുന്നവരാണ് ബുദ്ധിസ്റ്റുകൾ. അത്തരത്തിൽ നിങ്ങൾ ഓരോരുത്തരും മാറാൻ പ്രാപ്തരായവരാണ്. മാറാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. ഭഗവാൻ ബുദ്ധൻ പറഞ്ഞതുപോലെ എനിക്ക് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ലോകത്തിലെ എല്ലാവർക്കും മാറാനുള്ള അവസരമുണ്ട്. എല്ലാവർക്കും മൈത്രിപൂർണ്ണമായ ജയ് ഭീം, നമോ ബുദ്ധായ.